ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിലെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിരുന്നു. ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്നും പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ഇൻവോൾവ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡ്സ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, വൈൽ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം ഇൻക്ലൂഡ്സ് സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. അതിൽ ഫസ്റ്റ് പോർഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. സെൻട്രൽ ന്യൂറൽ സിസ്റ്റം, ബ്രെയിനുണ്ട്, ബ്രെയിനിന് ക്രേനിയൽ ക്യാവിറ്റി ഉണ്ട്. ക്രേനിയൽ ക്യാവിറ്റി, ബ്രെയിൻ ഈസ് കവേർഡ് ബൈ 3 ലെയർഡ് മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ലെയർ ഏതൊക്കെയാണ്? ഡ്യൂറ മാറ്റർ, അറക്കനോയിഡ് മാറ്റർ, പിയ മാറ്റർ. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്താണ്, അതെവിടെയൊക്കെ കാണുന്നു. പിന്നെ ബ്രെയിനിൻ്റെ ഡിവിഷൻസ്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ദാറ്റ് ഈസ് പ്രോസെൻസിഫാലൻ, മീസെൻസിഫാലൻ, റോംബെൻസിഫാലൻ. Then first about prosencephalon, anterior part ആണ്. It includes cerebrum, diencephalon, thalamus. Diencephalon means thalamus and hypothalamus. Then cerebrum is the largest part. It is seen as 2 hemispheres and it's together held together by a tract of nervous fiber which is called corpus callosum. Then comes the prosencephalon. സെറിബ്രൽ കോർട്ടക്സ് എന്ന ഔട്ടർ പാർട്ടിനെ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നു. അവിടെ കൺവേർഷൻസ്, ഡിപ്രഷൻസ് ഒക്കെ ഉണ്ട്. ഗ്രേ മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നർ പാർട്ടാണെങ്കിൽ വൈറ്റ് മാറ്ററാണുള്ളത്. ദെൻ സെറിബ്രത്തിൽ മോട്ടോർ ഏരിയ, സൊമാറ്റിക് ഏരിയ, അസോസിയേഷൻ ഏരിയ ഒക്കെ ഉണ്ട്. ഇൻ്റലിജൻസ്, മെമ്മറി, ജഡ്ജ്മെൻറ്റ്, ലേണിംഗ്, അങ്ങനെയുള്ള ക്രൂഷ്യൽ ഫാക്ടേഴ്സ്, അതിൻ്റെയൊക്കെ സെൻറ്റേഴ്സാണ് സെറിബ്രത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ തലാമസ് സ്ട്രക്ചർ അറൗണ്ട് വിച്ച് ദ സെറിബ്രം റാപ്സ്. അപ്പോൾ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് തലാമസിനെ പൊതിഞ്ഞതുപോലെയാണ് കാണപ്പെടുന്നത്. റിലേ സ്റ്റേഷനാണ്. ദെൻ കംസ് ദ ഹൈപ്പോതലാമസ്. ഇറ്റ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ, തേഴ്സ്റ്റ്, ഹങ്കർ, ഇമോഷൻസ്. ഇറ്റ് ഓൾസോ സെക്രീറ്റ്സ് സം ഹോർമോൺസ്. ഇറ്റ് കൺട്രോൾസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സ്ലീപ്പ്, വീക്ക്ഫുൾനെസ്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ദെൻ ഫോർ ബ്രെയിൻ, ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഡീപ്പ് സ്ട്രക്ചേഴ്സ്, അതായത് അമിഗ്ഡാല, ഹിപ്പോക്യാമ്പസ്, ഹൈപ്പോതലാമസ്, ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രോസെൻസിഫാലിൽ. അതുപോലെ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ലിംബിക് സിസ്റ്റം റെഗുലേറ്റ്സ് സെക്ഷൽ ബിഹേവിയർ, മോട്ടിവേഷൻ, ഇമോഷൻസ്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ലിംബിക് സിസ്റ്റമാണ്. ദെൻ മീസെൻസിഫാലൻ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് പോൺസ്. ഒരു സെറിബ്രൽ കനാലുണ്ട്, ദറ്റ് ഈസ് നോൺ ആസ് അക്വിഡക്റ്റ്. ദെൻ 4 lobes which are called corpora quadrigemina. Their anterior pair is the center of visual reflex and the posterior pair is the center of auditory reflex. അപ്പോൾ ഒരു കനാൽ ഉണ്ട്, സെറിബ്രൽ അക്വിഡക്റ്റ് പാസസ് ത്രൂ ദ മിഡ് ബ്രെയിൻ. കോർപ്പോറ ക്വാഡ്രിജെമിന എന്ന് പറയുന്ന 4 റൗണ്ടഡ് ലോബ്സ് ഉണ്ട്. ദർ ആൻറ്റീരിയർ പാർട്ട് ഇസ് ദ സെൻറ്റർ ഓഫ് വിഷ്വൽ റിഫ്ലക്സസ്. കോർപ്പോറ ക്വാഡ്രിജെമിനയുടെ ആൻറ്റീരിയർ പാർട്ട് വിഷ്വൽ റിഫ്ലക്സസും പോസ്റ്റീരിയർ പാർട്ട് ഓഡിറ്ററി റിഫ്ലക്സുമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ദെൻ ഹൈൻഡ് ബ്രെയിൻ, അതിൽ സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല്ല. സെറിബെല്ലം otherwise called little cerebrum. It has very convoluted surface to accommodate more neurons. അങ്ങനെ കൺവല്യൂട്ടഡ് സർഫസുകളാണുള്ളത്. ഇറ്റ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ബോഡി ഇക്വിലിബ്രിയം. ബോഡിയുടെ ഇക്വിലിബ്രിയം, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ സെറിബെല്ലമാണ്. മസ്കുലർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഹൈൻഡ് ബ്രെയിനിൽ പോൺസ് ഫെറോളി എന്ന് പറയുന്നതാണ് അടുത്ത സ്ട്രക്ചർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്സ് interconnected different regions of the brain. It coordinates the activities of eye, ear and also regulates respiration. Then medulla, it is connected to spinal cord. It controls respiration, cardiovascular reflex, gastric secretions, peristalsis, etc. It also controls salivation, vomiting, sneezing and coughing. Then spinal cord, it is enclosed within the spinal canal of the vertebral column. Vertebral column ഉള്ളിലാണ് സ്പൈനൽ കോഡ് കാണുന്നത്. സുഷുമ്ന നാഡി എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ബൈ മെനിഞ്ചസ്. There is a central canal which contains CSF, outer white matter and inner grey matter.
അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ, ഓൾസോ കൺട്രോൾസ് റിഫ്ലക്സസ്, സ്പൈനൽ റിഫ്ലക്സസ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അടുത്താണ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്, അതർവൈസ് ആണ് PNS. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ക്രേനിയൽ നെർവ്സ് ഈ കാണുന്ന 12 പെയേഴ്സ് ആണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. ഓൾഫാക്ടറി നെർവ്, ഒപ്റ്റിക് നെർവ്, ഒക്കുലോമോട്ടോർ നെർവ്, ട്രോക്ലിയർ, ട്രൈജെമിനൽ, അബ്ഡസൻസ്, ഫേഷ്യൽ, വെസ്റ്റിബ്യൂളോ കോക്ലിയർ, ഗ്ലോസോഫാരിൻഷ്യൽ, വാഗസ്, ആക്സസറി നെർവ്, ഹൈപ്പോഗ്ലോസിയൽ നെർവ്. ഇത്രയുമാണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആണുള്ളത്. സ്പൈനൽ നെർവ്സ് ആണെങ്കിൽ സെറിബ്രൽ പ്ലെക്സസ്, ബ്രാക്കിയൽ പ്ലെക്സസ്, തൊറാസിക് നെർവ്സ്, ലംബാർ പ്ലെക്സസ്, സേക്രൽ പ്ലെക്സസ്, കോക്സീജിയൽ പ്ലെക്സസ്, അതൊക്കെയാണ് സ്പൈനൽ നെർവ്സിലുള്ളത്. ഓക്കെ, ദെൻ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ഈ നെർവ്സിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ധരിക്കണമെന്നില്ല. സെൻട്രൽ നെർവ്സ്, ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്, അത്രയും മതി നമുക്ക്. ഇനി നെർവ് ഫൈബേഴ്സ് ഓഫ് PNS ആർ 2 ടൈപ്സ്. നെർവ് ഫൈബേഴ്സ് 2 തരത്തിലുണ്ട്. അഫറൻറ്റ് സെൻസറി ഫൈബേഴ്സ്, അഫറൻറ്റ് ഓർ സെൻസറി ഫൈബേഴ്സ് ആൻഡ് എഫറൻറ്റ് ഓർ മോട്ടോർ ഫൈബേഴ്സ്. അഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ക്യാരി ഇമ്പൾസസ് ഫ്രം ദ സെൻസ് ഓർഗൻ ടു ദ സെൻട്രൽ നെർവ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് നോർത്താൽ മതി. അഫറൻറ്റ് അങ്ങോട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് അഫറൻറ്റ് നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൻസ് ഓർഗൻസിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നതാണ് അഫറൻറ്റ് ന്യൂറോൺസ് അല്ലെങ്കിൽ അഫറൻറ്റ് ഫൈബേഴ്സ്, അതർവൈസ് നോൺ ആസ് സെൻസറി ഫൈബേഴ്സ്. വൈൽ എഫറൻറ്റ് ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ക്യാരി ഇമ്പൾസസ് നേരെ തിരിച്ച് എങ്ങനെയായിരിക്കും? ഫ്രം ദ CNS ടു ദ മസിൽസ് ആൻഡ് ഗ്ലാൻസ്. അതായത് ടാർഗറ്റ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മസിൽസ് അല്ലെങ്കിൽ ഗ്ലാൻസ് ഒക്കെ ആയിരിക്കും മിക്കവാറും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് മസിൽസിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാൻസിലേക്ക്, ഗ്ലാൻസിൻ്റെ സെക്രീഷൻസിനെയൊക്കെ, ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ ഗ്രന്ഥികളുടെ സെക്രീഷൻസിനെ, സ്രവങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് ന്യൂറൽ സിഗ്നൽസാണ്. അപ്പോൾ അഫറൻറ്റ് ഫൈബേഴ്സ് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ സെൻസ് ഓർഗൻസ് ടു ദ CNS, വൈൽ efferent fibers carry impulses from the CNS to the target site. The target site ആണ് മെയിൻലി മസിൽസ്, അതുപോലെ ഗ്ലാൻസ് ഒക്കെ. ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെൻസറി റിസപ്റ്റേഴ്സും മോട്ടോർ ന്യൂറോൺസും, സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും കാണിക്കുന്നുണ്ട്. കണ്ടോ? അത് ഇമ്പൾസസിൻ്റെ ഡയറക്ഷനും കാണിക്കുന്നുണ്ട്. ദെൻ പെരിഫറൽ നെർവ് സിസ്റ്റത്തിന് 2 ഡിവിഷൻസ് ആണുള്ളത്. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റവും ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റവും. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് റിലേസ് ഇമ്പൾസസ് ഫ്രം ദ CNS ടു ദ സ്കെലിറ്റൽ മസിൽസ്. CNSൽ നിന്ന് ഇമ്പൾസസിനെ കൊണ്ടുപോവാണ് എങ്ങോട്ട്? സ്കെലിറ്റൽ മസിൽസിലേക്ക്. സ്കെലിറ്റൽ മസിൽ എന്താണെന്ന് നമുക്കറിയാം. സ്ട്രയേറ്റഡ് മസിൽസ്. Skeletal muscles are otherwise known as striated muscles. അപ്പോൾ നമ്മൾ കണ്ടതാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ, മോട്ടോർ ന്യൂറോൺ, മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടതല്ലേ. ആ രീതിയിൽ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. ഇതാ സ്കെലിറ്റൽ മസിൽസിലേക്ക് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ബ്രെയിനിൽ നിന്ന് ഇൻഫർമേഷൻ കൊണ്ടുവന്ന് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. ദെൻ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. ഇറ്റ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ദ CNS ടു ദ ഇൻവോളണ്ടറി ഓർഗൻസ് ആൻഡ് സ്മൂത്ത് മസിൽസ്. അപ്പോൾ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് വോളണ്ടറി ആയിട്ടുള്ള ഫങ്ഷനെയാണ്. സ്കെലിറ്റൽ മസിലിൻ്റെ ഫങ്ഷൻ എന്ന് പറയാൻ നമുക്കറിയാം, ഇറ്റ് ഈസ് വോളണ്ടറി. സ്കെലിറ്റൽ മസിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്കെലിറ്റൽ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയാം, അത് വോളണ്ടറി ആണ്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്കെലിറ്റൽ മസിൽസ് മൂവ് ചെയ്യാം. പക്ഷേ സ്മൂത്ത് മസിൽസിനെ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് സ്മൂത്ത് മസിൽസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നമുക്കറിയാം. ഫുഡ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കൂടി പാസ് ചെയ്യുന്നതാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്.
അത് ഒരു അനൈച്ഛിക പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷനാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. വ്യത്യാസം മനസ്സിലായോ? സൊമാറ്റിക് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് എന്തിനെയാണ്? സൊമാറ്റിക് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിനെയും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിനെയും. ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സ്മൂത്ത് മസിൽസ്. ഇൻവോളണ്ടറി ആക്ഷൻസ് നടത്തുന്ന മസിൽസാണ് സ്മൂത്ത് മസിൽസ്. ഓക്കെ. ANSനെ 2 പാർട്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. സിമ്പതറ്റിക് നെർവ്സ് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവ്സ്. ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? സിമ്പതറ്റിക് നെർവ്സും പാരാസിമ്പതറ്റിക് നെർവ്സും. ഓക്കെ. സിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രിപ്പയർസ് ബോഡി ടു കോപ്പ് അപ്പ് വിത്ത് എമർജൻസീസ്, സ്ട്രെസ്, ഡേഞ്ചർ. ആ സമയത്തൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. എന്തെങ്കിലും ഒരു എമർജൻസി, ഡേഞ്ചർ, ഒരു അലാം സിഗ്നൽ, അലാം സൈൻ ഉള്ളപ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അതെന്താണെന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് കൂട്ടും, ബ്രീത്തിങ് റേറ്റ് കൂട്ടും, ഇറ്റ് കൺസ്ട്രിക്റ്റ് ആർട്ടറീസ് ആൻഡ് എലിവേറ്റ്സ് ബി പി കൂട്ടും. അങ്ങനെ എല്ലാ ബോഡി ആക്ടിവിറ്റീസും ഹൈറ്റൻ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ പട്ടി ഓടിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടും, ഇതൊക്കെ കൂടില്ലേ? അപ്പോൾ ആക്ട് ചെയ്യുന്നത് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. Then comes the parasympathetic nervous system. It returns the body to a resting state. നമ്മളെ പട്ടി ഓടിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ആ സ്റ്റേറ്റ്, ആ ഹൈറ്റൻ സ്റ്റേറ്റ് തന്നെ നിൽക്കുമോ? നമ്മുടെ എല്ലാ ഹാർട്ട് റേറ്റ്, BP ഒക്കെ കൂടി നിന്നാൽ ശരിയാവില്ലല്ലോ. ബോഡി എന്ത് ചെയ്യണം? തിരിച്ച് ഒരു നോർമലൈസ് സ്റ്റേറ്റിലേക്ക് എത്തിക്കണം. അതിന് സഹായിക്കുന്നതാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഓക്കെ. ഇറ്റ് സ്ലോസ് ഡൗൺ ഹാർട്ട് ബീറ്റ്, ഡയലേറ്റ്സ് ആർട്ടറീസ് ആൻഡ് ലോവേഴ്സ് BP. അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്തൊക്കെ ആക്ഷൻസിനെ ചെയ്യുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻസ് ചെയ്യുന്ന ആളാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. മനസ്സിലായോ മക്കളെ? നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെരിഫറൽ ന്യൂറൽ സിസ്റ്റമാണ്. അതിൽ ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ് ആണ് മെയിനായിട്ടുള്ളത്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ 2 തരത്തിലുള്ള നെർവ് ഫൈബേഴ്സ് ആണ്. അഫറൻറ്റ് എങ്ങോട്ട് CNSലേക്ക്, എഫറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് CNSൽ നിന്ന്. അപ്പോൾ ഏതൊക്കെയായിരിക്കും ടാർഗറ്റ് സൈറ്റ്സ്? മസിൽസ് ആൻഡ് ഗ്ലാൻഡ്സ്. ദെൻ PNSനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം controls relays impulses from the CNS to the skeletal muscles. It controls skeletal musclesൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. വൈൽ ഇൻവോളണ്ടറി ഓർഗൻസ് അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് അവരുടെയൊക്കെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ 2ആയിട്ട് തിരിക്കും, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. Sympathetic nervous system helps us to cope up with the danger situations or alarm signal. അങ്ങനൊരു ഹൈറ്റൻഡ് ആയിട്ടുള്ള ബോഡി ആക്ടിവിറ്റീസ്, BP, അതുപോലെ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ഇതൊക്കെ കൂട്ടാൻ സഹായിക്കുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. While parasympathetic nervous system does the opposite reactions, that is ബോഡിയെ നോർമലൈസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ദെൻ വിസറൽ നെർവസ് സിസ്റ്റം ഇസ് എ പാർട്ട് ഓഫ് PNS. PNSൻ്റെ വേറൊരു പാർട്ടാണ് വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് നെർവ്സ്, ഫൈബേഴ്സ്, ഗാംഗ്ലിയ ആൻഡ് പ്ലക്സസ് ബൈ വിച്ച് ഇമ്പൾസസ് ട്രാവൽ ഫ്രം CNS ടു ദ വിസറ ആൻഡ് ഫ്രം വിസറ ടു ദ CNS. വിസറ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓർഗൻസ് ആണ്. വിസറൽ ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഓർഗൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്ക് CNSൽ നിന്നും CNSൽ നിന്ന് ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്കും, അതാണ് വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഗാംഗ്ലിയ ഉണ്ട്, നെർവ് ഫൈബേഴ്സ് ഉണ്ട്, പ്ലക്സസ് ഉണ്ട്. ഗാംഗ്ലിയ മീൻസ് എ ഗാംഗ്ലിയോൺ ഈസ് എ നെർവ് സെൽ ക്ലസ്റ്റർ ഓർ എ ഗ്രൂപ്പ് ഓഫ് നെർവ് സെൽ ബോഡീസ് ലൊക്കേറ്റഡ് ഇൻ ദ ANS. ANSൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നെർവ് സെല്ല് അല്ലെങ്കിൽ നെർവ് സെല്ലിൻ്റെ ഒരു കൂട്ടം, ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം,
അല്ലെങ്കിൽ സെൽ ബോഡികളുടെ കൂട്ടം, അതിനെയാണ് നമ്മൾ ഗാംഗ്ലിയോൺ എന്ന് വിളിക്കുന്നത്. ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ് സെല്ലിൻ്റെ അല്ലെങ്കിൽ നെർവ് സെല്ലിൻ്റെ തന്നെ ഒരു പാർട്ടാണ് സെൽ ബോഡി. സെൽ ബോഡിയുടെ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാംഗ്ലിയ എന്ന് വിളിക്കുന്നത്. നെർവ് പ്ലക്സസ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ഇൻ്റർസെക്റ്റിംഗ് നെർവ്സ്, അത് നെർവ്സിൻ്റെ ഒരു ബ്രാഞ്ചിങ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ പ്ലക്സസ് എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ? ഗാംഗ്ലിയ എന്ന് പറയുമ്പോൾ ഒരു നെർവ് സെല്ലിൻ്റെ ക്ലസ്റ്ററാണ്, നെർവ് സെൽ കൂട്ടമായിട്ട് അല്ലെങ്കിൽ സെൽ ബോഡി കൂട്ടമായിട്ട് കാണുന്നതിനെയാണ് ഗാംഗ്ലിയ എന്ന് പറയുന്നത്. പ്ലക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചിങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് നെർവ്സിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ നെർവ് പ്ലക്സസ് എന്ന് പറയുന്നത്. ഇത്രയും കൂടിയതാണ് PNS എന്ന് പറയുന്നത്. ഓക്കെ, PNSൽ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് nervous system prepares body to cope up with the emergency situations അല്ലെങ്കിൽ സ്ട്രെസ്, ഡേഞ്ചേഴ്സ്. ഇറ്റ് ഇൻക്രീസസ് ബ്രീത്തിങ് റേറ്റ്, ഹാർട്ട് റേറ്റ്, BP എല്ലാം കൂട്ടുന്നു. അതുപോലെ കൺസ്ട്രക്ട് ആർട്ടറീസിനെ വോളിയം അല്ലെങ്കിൽ ആർട്ടറീസിൻ്റെ വോളിയം അല്ലെങ്കിൽ കുറയ്ക്കുകയാണ്, ല്യൂമൻ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ പ്രഷറിൽ വോളിയം കുറയുമ്പോൾ നാച്ചുറലി നമ്മൾ പഠിച്ചതാണ്, പ്രഷർ കൂടുതലായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യും, അങ്ങനെയാണ് BP കൂടുന്നത്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ് ചെയ്യുന്നത്. ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക്, നോർമലൈസ്ഡ് കണ്ടീഷനിലേക്ക് ബോഡിയെ തിരിച്ചു കൊണ്ടുപോകും. ദെൻ വിസറൽ നെർവസ് സിസ്റ്റം ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് PNS. അതിൽ നെർവ്സിൻ്റെ ഫൈബേഴ്സ്, ഗാംഗ്ലിയ, പ്ലക്സസ് ഒക്കെ ഉണ്ട്. ഗാംഗ്ലിയ എന്ന് പറയുന്നത് നെർവ് സെല്ലിൻ്റെ ക്ലസ്റ്ററാണ്. പ്ലക്സസ് എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റിംഗ് നെർവ്സ്, അതായത് ഒരു ബ്രാഞ്ചിങ് ആയിട്ടുള്ള നെർവ് സെല്ലിൻ്റെ കൂട്ടം, അതിനെയാണ് പ്ലക്സസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിവിഷൻ: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അടുത്തത് വരുന്നത് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഇൻവോളണ്ടറി ആൻഡ് അൺകോൺഷ്യസ് ആക്ഷൻസ് ഓഫ് ദ ബോഡി ഇൻ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഇൻവോളണ്ടറി ആയിട്ടുള്ള അൺകോൺഷ്യസ്, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലാത്ത ഒരു ആക്ഷൻസിനെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതായത് നമ്മളൊരു ചൂടുള്ള ഒബ്ജക്റ്റിൽ തൊട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ കൈവലിക്കും. അതുപോലെ നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ കുത്താൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കും. അതൊക്കെയാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. സഡൻ വിത്ഡ്രോവൽ ഓഫ് ഹാൻഡ് വെൻ ടച്ചസ് എ ഹോട്ട് ഒബ്ജക്റ്റ്. അതുപോലെ ടച്ചിങ് ലിപ്സ് ഓഫ് എ നഴ്സിംഗ് ബേബി ഇവോക്സ് സക്കിങ് റിഫ്ലക്സ്. നമ്മൾ ഒരു ഫീഡിങ് ആയിട്ടുള്ള കുഞ്ഞ് വാവയുടെ ലിപ്സിൽ തൊട്ട് കഴിഞ്ഞാൽ ആ കുട്ടി സക്ക് ചെയ്യും. നമ്മുടെ വിരലാണെങ്കിൽ അത് സക്ക് ചെയ്യും. നീ ജെർക്ക് ഈസ് എ ഫിനോമിനൻ. അതുപോലെ മുട്ടുമ്മൽ എന്തെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേഗം കൈവലിക്കില്ലേ, അതും ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. ഇഫ് എ ചൈൽഡ് സീസ് ഓർ സ്മെൽസ് എ ഫുഡ് അൺനോൺ ടു ഹിം ഹി ഡസ് നോട്ട് സലൈവേറ്റ്. ബട്ട് അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരു തീരെ ചെറിയൊരു കുട്ടിക്കാണെങ്കിൽ ഒരു ഫുഡിൻ്റെ കാഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും സലൈവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാക്കില്ല. സലൈവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഉമിനീര് നിറയില്ലേ, നമുക്കിപ്പോൾ പുളി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് സലൈവേഷൻ ഉണ്ടാവും. പക്ഷേ ആ സലൈവേഷൻ തീരെ ചെറിയ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവില്ല. കാരണം അവർ ആ ഭക്ഷണവുമായിട്ട് ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് അറിയാത്ത ഒരു ഭക്ഷണത്തിൻ്റെ ഒരു സൈറ്റ് അല്ലെങ്കിൽ വിഷ്വൽ സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഓൾഫാക്ടറി സിഗ്നൽ അതൊന്നും അവർക്ക് സലൈവേഷൻ ഉണ്ടാക്കില്ല. അതേസമയം നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ അത് സലൈവേഷൻ ഉണ്ടാക്കും. അതിനെയാണ് കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. കണ്ടീഷൻഡ് റിഫ്ലക്സ്. ആ റിഫ്ലക്സിന് ഒരു കാരണമുണ്ട്. നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു സാധനത്തിൻ്റെ രണ്ടാമത്തെ അല്ല വീണ്ടുമുള്ള എക്സ്പോഷർ. ഓക്കെ, നമ്മൾ പറഞ്ഞു തന്നെയാണ് ഈ പറയുന്നത്. ക്ലോസിങ് ഓഫ് ഐലിഡ്സ് വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ദം. നമ്മൾ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ കണ്ണിലേക്ക് ഇങ്ങനെ കുത്താൻ വന്നു കഴിഞ്ഞാൽ കണ്ണടയ്ക്കുക. ഇതൊക്കെ റിഫ്ലക്സ് ആക്ഷൻസ് ആണ്. ഇനി റിഫ്ലക്സ് ആർക്ക് എന്ന് പറയും. എങ്ങനെയാണ് ആ റിഫ്ലക്സ് ആക്ഷൻ്റെ സിഗ്നൽ പാസ് ചെയ്യുന്നത്? അതിന് റിഫ്ലക്സ് ആർക്ക് എന്നാണ് പറയുക. ARC.
അതിൻ്റെ പാത്വേയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ആദ്യം ഒരു റിസപ്റ്റർ ഓർഗൻ, അതായത് ഇപ്പോൾ കണ്ണിലേക്ക് വെളിച്ചം അടിക്കുകയാണെങ്കിൽ കണ്ണാണ് റിസപ്റ്റർ ഓർഗൻ. ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ മുട്ടിലേക്ക് ഒരു തട്ടൽ കിട്ടുകയാണെങ്കിൽ ആ കാൽമുട്ട് അതാണ് റിസപ്റ്റർ ഓർഗൻ എന്ന് പറയുന്നത്. ദെൻ ഒരു സെൻസറി അല്ലെങ്കിൽ അഫറൻ ന്യൂറോൺ നമ്മൾ കണ്ടതാണ്. സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ് ഫ്രം ദ സെൻസ് ഓർഗൻ ടു ദ CNS. നമ്മൾ നേരത്തെ കണ്ടതാണ്. സെൻസ് ഓർഗനിൽ നിന്ന് അഫറൻ ന്യൂറോൺ എന്ന് പറഞ്ഞ് കണ്ടതാണ്. അതിൽ CNSലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകാം. ദെൻ ഒരു കണക്ടർ ന്യൂറോൺ ഉണ്ട്. ഇറ്റ് കണക്ട്സ് ദ സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. അത് സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും കണക്ട് ചെയ്യുന്നൊരു ന്യൂറോണാണ്. ഓക്കെ. ദെൻ ഒരു മോട്ടോർ അല്ലെങ്കിൽ ഇഫക്റ്റർ അല്ലെങ്കിൽ എഫറൻറ്റ് അല്ലെങ്കിൽ എക്സൈറ്റർ ന്യൂറോൺ that conducts the impulses from the CNS to the effector organ. ഇഫക്റ്റർ ഓർഗനിലേക്ക് ആ ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ആൾ. പിന്നെ ഇഫക്റ്റർ ഓർഗൻ അതൊരു മസിൽ അല്ലെങ്കിൽ ഗ്ലാൻഡ് ആയിരിക്കും, അതാണ് റെസ്പോണ്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് റിഫ്ലക്സ് ആർക്കിലുള്ളത്. എന്തൊക്കെയാണ് നോക്കിയേ. ഈ മുട്ടുമ്മയിലേക്ക് ഇതാണ് റിസപ്റ്റർ ഓർഗൻ എന്ന് പറയുന്നത്. മസിൽ സ്പിൻഡിൽ ഇവിടെയാണ് റിസപ്റ്റർ ഓർഗൻ. എന്നിട്ട് അഫറൻ പാത്വേ കണ്ടോ, അഫറൻ പാത്വേ അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോവുക, ആ സിഗ്നലിനെ കൊണ്ടുപോവുക. പിന്നെ അവിടെ ഒരു ഇൻ്റർ ന്യൂറോൺ ഉണ്ട്. ഈ കാണുന്നതാണ് ഇൻ്റർ ന്യൂറോൺ. ഇറ്റ് കണക്ട്സ് ദ അഫറൻ ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. ദെൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്ത ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യും? എഫറൻ പാത്വേയിലൂടെ എഫറൻ ന്യൂറോണിൽ കൂടി നമ്മുടെ ടാർഗറ്റ് സൈറ്റ്, ഇതാണ് ടാർഗറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മസിൽസ്, ആ ടാർഗറ്റ് സൈറ്റിലേക്ക് എത്തിക്കുക. ദിസ് ഈസ് ദ പാത്വേ. ഈ പാത്വേയിലാണ് റിഫ്ലക്സ് ആർക്ക് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്സ് സ്റ്റിമുലസ് മൂവ് ചെയ്യുന്നത്. ഒരു റിസപ്റ്റർ ഓർഗൻ ഉണ്ട്. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ അറിയണം. റിസപ്റ്റർ ഓർഗൻ ഉണ്ട്. ഇറ്റ് റിസീവ്സ് ദ സ്റ്റിമുലസ്. പാത്വേ ചോദിക്കാറുണ്ട് ഒരു ഫ്ലോ ചാർട്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഡയഗ്രാം ഒന്ന് വരയ്ക്കാൻ അറിഞ്ഞിരിക്കാം. ഒരു റിസപ്റ്റർ ഓർഗൻ, ഇറ്റ് റിസീവ്സ് ദ സ്റ്റിമുലസ്. ദെൻ സെൻസറി ന്യൂറോൺ, ഇറ്റ് ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ്. എന്നിട്ട് ലേബൽ ചെയ്യാൻ വേണം. ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ് ഫ്രം ദ സെൻസ് ഓർഗൻസ് ടു ദ CNS. ദെൻ ഒരു കണക്ടർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ന്യൂറോൺ, ഇറ്റ് കണക്ട്സ് ദ സെൻസറി ആൻഡ് മോട്ടോർ ന്യൂറോൺ. ഇവിടെയാണ് കണക്ടർ ന്യൂറോൺ വരുന്നത്. ഈ കാണുന്നത് അഫറൻ ന്യൂറോൺ, ഈ കാണുന്നത് കണക്ടർ ന്യൂറോൺ, ഈ കാണുന്നത് ഈ ഗ്രീൻ കളറിൽ കാണുന്നത് അഫറൻ്റ് അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ. പിന്നെ ഇവിടെ റെഡ് കളറിൽ കണ്ടില്ലേ നമ്മൾ നേരത്തെ? ഈ കാണുന്നത് അഫറൻ്റ് അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ. പിന്നെ ഇവിടെ കാണുന്നത് ഇത് ഇൻ്റർ ന്യൂറോൺ. ഇതാണ് ഇൻ്റർ ന്യൂറോൺ. പിന്നെ ഇവിടുന്ന് ഈ പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്നത് എഫറൻ്റ് അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ. ഓക്കെ. ദിസ് ഈസ് നോൺ ആസ് റിഫ്ലക്സ് ആർക്ക് ആൻഡ് ദ പാത്വേ. അതിൻ്റെ ലേബൽ ചെയ്ത പടങ്ങൾ ചോദിക്കുന്നതാണ്. അത് റിഫ്ലക്സ് ആർക്ക് ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതാൻ അല്ലെങ്കിൽ അതിൻ്റെ പടം വരയ്ക്കാനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിവിഷൻ, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളെടുത്തത്. പെരിഫറൽ നെർവസ് സിസ്റ്റം, പിന്നെ വരുന്നത് റിഫ്ലക്സ് ആക്ഷൻ. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിവിഷൻ, അതെന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു, അവിടുത്തെ മേജർ എന്താണ് ഗാംഗ്ലിയോൺ, എന്താണ് പ്ലക്സസ്, എന്താണ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, എന്താണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, എന്താണ് സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, പിന്നെ റിഫ്ലക്സ് ആർക്കിൻ്റെ പാത്വേ എങ്ങനെയാണ് റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.